ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ചൊവ്വാഴ്ചയാണ് കേട്ടോ ചന്ത. അപ്പോൾ ഇന്നാലെയാണ് ചന്ത. അപ്പോൾ ഞാൻ തന്നെ പോയിണ്ടായി ചന്തക്ക്. മെയിനായിട്ട് ഇപ്പോൾ ഞാൻ തന്നെ പോവാറ് ചന്തക്ക്. ഭർത്താവ് അയച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് വേണമായ സാധനമൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കും, ഞാനും എൻ്റെ സിസ്റ്റർ രണ്ടാളും കൂടി പോവും ചന്തക്ക്. പോയിട്ട് ഒരു 3-3:30 മണിക്കെല്ലാം ഞങ്ങൾ പോയെങ്കിൽ ഒരു 4 മണിയാകുമ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമിൽ ഞങ്ങൾ വീട്ടിലുണ്ടാവും. അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇവിടെ ഞങ്ങൾക്ക് ചന്ത ഉള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് വരുമ്പോൾ തന്നെ 4 മണി ആയിട്ടുണ്ടായി. പിന്നെ പെട്ടെന്ന് എല്ലാ ജോലികളും തീർക്കായിരുന്നു കേട്ടോ. അപ്പോൾ കടി ഉണ്ടാക്കണം. ഭർത്താവ് മുന്നിൽ തന്ന് റോളിൻ്റെ ഷീറ്റ് കൊടുക്കുന്നുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ ഭർത്താവിന് എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും കൊടുന്നാൽ അത് അപ്പം തന്നെ ഉണ്ടാക്കണം. ഫ്രിഡ്ജിലാവട്ടെ പിന്നെ എടുത്ത് വെക്കലാവട്ടെ, ആ പരിപാടി ഇഷ്ടമേ അല്ല. അപ്പോൾ ഞങ്ങൾ എന്താക്കും, അയാൾ എന്തെങ്കിലും കൊടുന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ റോളാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ചിക്കൻ റോളാക്കാനുള്ള തന്ത്രപ്പാടിലാണ്. പെട്ടെന്ന് ഞാൻ തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മസാല ഉറുക്കി കാട്ടിയിട്ടുണ്ടായി. ഒന്നുമില്ല, സവാള, പിന്നെ കിഴങ്ങൊന്ന്, പൊട്ടാറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ടായി, കട്ട് ചെയ്തിട്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അത് നല്ല ഒന്ന് ആ മസാല തന്നെ ഒന്ന് വെന്ത് കിട്ടി പറഞ്ഞാൽ നല്ല ഒരു മുറുമുറാന്നുണ്ടാവും. പിന്നെ വെള്ളം ചേർത്താണ്ട, അതിലുള്ള വെള്ളം തന്നെ മതിയാവും. ആ എണ്ണയിൽ തന്നെ വെന്ത് കിട്ടിയാൽ മതിയാവും. പിന്നെ അതൊക്കെ ഞങ്ങൾ ചിക്കന് ഞാനൊന്ന് വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായി കേട്ടോ. മിക്സിയിൽ ഒന്ന് പൊടിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി. അത് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഇച്ചിരി കൊത്തമല്ലി ചപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് ശരിക്കും നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ റോളിനുള്ള മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ റോളിന് ഞാൻ ഇതിനേക്കായി മുന്നേ ഞാൻ ഒരു മൈദ ദോശ പറഞ്ഞിട്ട് റോളാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊരു വേറെ ടേസ്റ്റ്, ഇതും ഒരു വേറെ ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. രണ്ടും ഒരേ ടേസ്റ്റായിട്ട് വരാം. ഉള്ളിലത്തെ മസാല ഒരുപോലെ ആയെങ്കിൽ മേലത്തെ ആ ക്രിസ്പിനെസ് അത് രണ്ട് തരത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സ്വീറ്റ്സ് കമ്പനീൻ്റെതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഷീറ്റ്. ഇത് റോളിൻ്റെ ഷീറ്റാണ് കേട്ടോ. ഇത് 10-50 ഷീറ്റോളം വരും ഒരു പാക്കറ്റിൽ. അപ്പോൾ എൻ്റെ മോള് എനിക്ക് ഇരട്ടിപ്പണി ചെയ്യാനായിട്ട് വന്ന് തീർക്കുകയാണ് കേട്ടോ. ഓൾക്ക് എന്തെങ്കിലും പണിത്താ ഞാനും പണി ചെയ്യാം, ഞാനും നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് തീർക്കലാണ്. ഞാൻ മസാല എല്ലാം ഇട്ട് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ചീസ് ഇട്ടിട്ടില്ല പറഞ്ഞിട്ട് ഓർമ്മ ആയത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, ചീസ് അങ്ങനെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടായാൽ പിന്നെ ഒന്ന് നല്ലോണം അതിനെ മിക്സ് ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ റോളിനകത്തോട്ട് മസാല ഇട്ടിട്ട് ഇതാക്കിക്കണത്. അപ്പോൾ ഞാൻ റോള് എങ്ങനെ അത് ഫോൾഡ് ചെയ്യണമെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഇതെങ്ങനെ വെച്ചിട്ട് അപ്പുറത്തിപ്പുറത്തൊന്ന് ഫോൾഡാക്കിയിട്ട് പിന്നെയാണ് നടുക്കെ ഫോൾഡാക്കിയാറുള്ളത്. ഞാനൊരു ഫോൾഡ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേനും എണ്ണ ചൂടാകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായത് തന്നെ ഞാൻ എന്താക്കി വേഗം റോള് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ പണി തുടങ്ങുമ്പോൾ തന്നെ 4 മണി കഴിഞ്ഞിട്ടുണ്ടായിട്ടോ. അങ്ങനെ വേഗം ചുട്ടെടുത്തിട്ടുണ്ട്. എൻ്റെ ചെറിയ മോന് പോയിട്ടില്ല ഇന്ന് പള്ളിക്ക് നോമ്പ് തുറക്കാൻ. ഓന് പെരലെന്നെ തുറക്കണം പറഞ്ഞിട്ട് അങ്ങനെ പെരലെന്നെ നോമ്പ് തുറക്കാൻ നിന്നതാണ്. അപ്പോൾ ഓന് അല്ലറ ചില്ലറ ഫ്രൂട്ട് കട്ടിങ്ങും ബത്തക്ക കട്ടിങ്ങും എല്ലാം ഓനാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ കട്ട് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും ഓന്. അപ്പോൾ ഞാൻ ഓനക്ക് എന്തൊക്കെ ഈ ബത്തക്ക കട്ടാക്കി പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്ത് അതെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെന്താ പാത്രം കഴുകിയതൊക്കെ ഉണ്ടായി അതെല്ലാം ഒന്ന് എടുത്ത് വെക്കാനുള്ള പണിയെല്ലാം ചെയ്ത് കൊണ്ടോട്ടോ. അപ്പോൾ പേരലുണ്ടെങ്കിൽ എന്തെങ്കിലും ചില്ലറ പണിയൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് തരും എൻ്റെ 2 മക്കളും വലിയവർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇതാക്കിയിരിക്കുന്നത്. പിന്നെ എൻ്റെ ചെറിയ മോൾക്ക് ഈ 2 മയനൈസും സോസും ഇത് രണ്ടും ഇല്ലാത്ത പരിപാടി തന്നെ ഇല്ല കേട്ടോ. ഫസ്റ്റ് നോമ്പ് തുറക്കാൻ ഇരിക്കുമ്പോൾ അത് സെറ്റാക്കിയിട്ടാണ് നോമ്പ് തുറക്കാൻ ഇരിക്കുക. അപ്പോൾ ഞാൻ പൈനാപ്പിളിൻ്റെ ജ്യൂസാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. നല്ല ടേസ്റ്റാണ്. വെള്ളം പോലുള്ളത് കുടിക്കാൻ, നല്ല നോമ്പ് തുറന്നപ്പോൾ വെള്ളം പോലുള്ളത് കുടിക്കാനാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞ് തന്നെ കസ്റ്റേർഡ്. പിന്നെ ആ പണിയെല്ലാം കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കലും നിസ്കാരവും ഓത്തും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നാഷ്ടക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കറിയും നാഷ്ട ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. 8 മണിയിൽ പിന്നെയാണ് ഞാൻ നാഷ്ടം കറിയെല്ലാം ആക്കാൻ നിന്നത്. അപ്പോൾ ഞാൻ വേഗം പെട്ടെന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് പുട്ടുപൊടി കൊണ്ടുവച്ചിട്ടുണ്ടായി കേട്ടോ. റെഡിമെയ്ഡാണ്. ഇത് ഫസ്റ്റെല്ലാം ഞങ്ങൾ അരി നനച്ച് വെച്ചിട്ട് അതിനെ ഉണക്കിയിട്ട് ഇടിച്ചിട്ട് വറുത്തിട്ടാണ് പുട്ട് ഉണ്ടാക്കുന്നുണ്ടായത്. അതേ ഞങ്ങൾക്കൊരു ഇഷ്ടമുണ്ടായി. പിന്നെ ഇത് ഇപ്പം വരുന്ന പുട്ടുപൊടി നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എന്താക്കും, ആ പൊടി പാക്കറ്റ് കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നാഷ്ട പരിപാടികളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇറച്ചിക്കറിയും പിന്നെ ഇറച്ചി സുക്കാക്കി ഉണ്ടായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
നല്ലോണം എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.